റിസംബ്ലസ് ലൈക്ക് നമ്മുടെ R1-ൻ്റെ ഒക്കെ ഒരു കട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ട്വിൻ പോഡ് ഹെഡ്ലൈറ്റ്, പിന്നെ മൊത്തത്തിൽ ഒരു ചാസിയൊക്കെ പുറത്തൂടെ ചാടി ഡ്യൂക്കായിട്ട് ഡാബിൾ എന്ന് പറഞ്ഞ ഡിസൈനുമായിട്ടൊക്കെ എനിക്ക് ചെറിയ സാമ്യം അന്ന് തോന്നിയിട്ടുണ്ട്. അതായിരുന്നു മഹീന്ദ്ര മോജോ മൊത്തത്തിൽ. പിന്നെ മഹീന്ദ്ര മോജോയുടെ ആ ഇറ്റാലിയൻ ഡിസൈനാണ് നമ്മൾ ഓരോ പീസ് ഓഫ് മഹീന്ദ്ര മോജോ അല്ലെ ബൈക്കിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ മോജോയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ടൂറിംഗ് ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് ഇവർ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിനാണ് ഇതിൻ്റെ എല്ലാ കോമ്പണൻസും ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ആദ്യമേ മഹീന്ദ്ര മോജോ പത്രവാർത്തകളും റിവ്യൂസിലൊക്കെ വന്നത് മഹീന്ദ്ര ലോഞ്ച് ചെയ്യുന്നത് സ്പോർട്സ് മോട്ടോർ സൈക്കിളിൽ നിന്നായിരുന്നു. പിന്നെ അവർ പകുതിക്ക് വെച്ചാണ് ഇത് ടൂറിംഗ് മോട്ടോർ സൈക്കിളാക്കി മാറ്റിയത്. അതെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു സ്പോർട്സിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ അത്രത്തോളം സെറ്റ് ആവത്തില്ലെന്ന് തോന്നിയുകൊണ്ടായിരിക്കും ടൂറിങ്ങിലോട്ട് പോയത്. അങ്ങനെ ടൂറിംഗ് മോട്ടോർ സൈക്കിളായപ്പം ആദ്യത്തെ റിവ്യൂസിലൊക്കെ ഒരു റൂമേഴ്സിലൊക്കെ ഇതൊരു 160 കിലോസിൽ ഡ്യൂക്കിനേക്കാളും കുറച്ചും കൂടെ ഭാരം